എടിയേ ഇന്നത്തെ കാപ്പി അടിപൊളിയായിട്ടുണ്ട്. എന്നത്തെ പോലെ ഊളം കാപ്പിയല്ല. ആരാ ബെല്ലടിച്ചല്ലോ നോക്കട്ടെ. ഹലോ കുഞ്ഞുമോൾ. ആ സുഷമയോ? വാ വാ കേറി വാ. എന്തൊരു ചൂട്! ഇവിടെ ഒരു AC വെച്ചുകൂടെ കുഞ്ഞോളെ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? വല്ലാത്ത ചൂട് തന്നെ. AC മനഃപൂർവ്വം വെക്കാത്തതാ. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോ ക്വാർട്ടേഴ്സിലേക്ക് അങ്ങ് മാറുക. സുഷമ അറിഞ്ഞില്ലായിരുന്നു മോക്ക് IAS കിട്ടി. അപ്പൊ പിന്നെ ഇവിടെ AC വെക്കുന്ന ഒരു പാഴ് ചെലവല്ലേ, അതുകൊണ്ടാ വെക്കാത്തത്. IAS ഒന്നും കിട്ടിയിട്ടില്ല. അവള് ആ പ്രിലിമിനറി ഒന്ന് പാസ്സായി, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലാന്നേ. പ്രിലിമിനറി പാസ്സായാൽ മതി. ഇതിയാന്റെ വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി പിള്ളേർക്ക് IAS ഉണ്ട്. അതുകൊണ്ട് പിടിപാടുണ്ടെങ്കിൽ IAS കിട്ടാനൊന്നും ഒരു പാടും ഇല്ല. എന്നാ ഉണ്ട് സുഷമേ വേറെ വിശേഷങ്ങള്? എന്ത് വിശേഷം കുഞ്ഞോളെ, തിരക്കോട് തിരക്കാന്നേ. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച സ്വിറ്റ്സർലൻഡ് ടൂർ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഈ 2 ദിവസം മുന്നേ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിയാനേ അവിടുത്തെ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ഈ ഡയമണ്ട് നെക്ലസ് അങ്ങ് മേടിച്ചു വന്നു. നാട്ടില് ഒരു 5 ലക്ഷം രൂപയുടെ മതിപ്പുണ്ട്. അത്രയൊക്കെ കണ്ടാൽ തോന്നുമായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങ് വരാത്ത ഈ കുറച്ച് നാളുകളായിട്ട്. പിന്നെ ഇത് ഞാൻ മോക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണേ. അവൾക്ക് കൊടുത്തേക്കണം. അവൾ ഏതായാലും പ്രിലിമിനറി ഒക്കെ പാസ്സായതല്ലേ. 10,000 പേര് പാസ്സായില്ല, അതിനകത്ത് 100 പേർക്കൊക്കെ ആണേ കിട്ടുള്ളൂ. എന്തായാലും ശ്രമിച്ചു നോക്കട്ടെ. ഞാനെന്നാ ഇറങ്ങട്ടെ, എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടി ബാക്കിയുണ്ട്. മോളോട് എന്നെ അന്വേഷണം പറഞ്ഞേക്കണേ. അപ്പം ശരി. സുഷമ പോയോ? സുഷമ പോയി. അവളുടെ ഒരു പത്രാസ്, ഒരു മിനിമിനിക്ക് പിടിച്ച മാലേ, ഒരു പള്ളിപ്പെരുന്നാളിന് മേടിച്ച കണ്ണടേ. ഈ കുശുമ്പിനും അതുപോലെ തന്നെ കഷണ്ടിക്കും മരുന്നില്ല കുഞ്ഞോളെ. ഈ സ്വിറ്റ്സർലാൻഡ് ഒക്കെ എവിടാണാവും? നമുക്ക് വന്നാ ഒരാഴ്ചത്തേക്ക് ഈ സ്വിറ്റ്സർലാൻഡ് വരെ ഒന്ന് പോയാലോ? അതൊന്നും പറ്റൂല. നമ്മുടെ മോക്കേ IAS മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി അതിനെ പഠിപ്പിക്കാൻ ഒത്തിരി ചിലവുണ്ട്. പിന്നെ അവൾ ഒരു നല്ല നിലയിൽ ആരെങ്കിലും ഏൽപ്പിക്കണം. ഇതിനൊക്കെ പൈസ വേണം. അത് നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡ് ഇറങ്ങി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ ഈ പള്ളി വരെ അല്ലാതെ ഞായറാഴ്ച ദിവസം പള്ളി വരെ ഒന്ന് കൊണ്ടുപോകും, അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ എന്നെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഏതായാലും സ്വിറ്റ്സർലൻഡ് പോക്കൊന്നും നടക്കൂല കുഞ്ഞോളെ. നീ എന്നെ എടുക്കുവാ മോളെ? ഞാൻ ഈ പേപ്പറിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. എന്തോ മമ്മി? ഇതൊക്കെ സുഷമ വന്നപ്പോൾ കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്ന്. മമ്മിയുടെ മുഖത്തെന്താ ഒരു വിഷമം? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്തോ നീ ഇതിനെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം. എനിക്കറിയാം നീ എപ്പോഴും പപ്പയുടെ സൈഡാണ്, പക്ഷെ ഇതിനെങ്കിലും നീ എൻ്റെ കൂടെ നിൽക്കണം. മമ്മി അത് കാര്യം പറ. എനിക്കൊന്ന് സ്വിറ്റ്സർലാൻഡ് വരെ പോകണം. സ്വിറ്റ്സർലാൻഡ് വരുമോ? ഈ കാര്യത്തിന് എനിക്ക് കൂടെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മമ്മി. ഇത് കുറച്ച് കടുത്ത ആഗ്രഹമായി പോയി. നീ എന്തോ ഈ പറയുന്നേ? ഓരോരുത്തർ വരുമ്പോൾ എനിക്കങ്ങ് നാണക്കേടാവുക. ഇങ്ങനെയാണെങ്കിൽ എന്നെ ഈ പള്ളി വരെ അല്ലാതെ ഒരിടവും കൊണ്ടുപോയിട്ടില്ലാന്ന്. എങ്ങനെയെങ്കിലും സ്വിറ്റ്സർലാൻഡ് ഒന്ന് കാണണം. എന്നാ വഴി? അല്ല, ബാങ്ക് ലോണും എടുക്കുമായിരുന്നു. ബാങ്ക് ലോണൊക്കെ എടുക്കണമെങ്കിൽ എൻ്റെ മമ്മി പ്രോപ്പർട്ടിയൊക്കെ ഈട് വെക്കണം. ഒന്നല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ഈട് കൊടുക്കണം നമുക്ക്. മമ്മിക്ക് അതിന് എന്ത് തേങ്ങാക്കൊല ഉണ്ടായിട്ടാണ്? ഈ വീടൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഇരിയാൻ്റെ പേരിലാവും. തരാൻ ഒരു സാധ്യതയില്ല. അതൊക്കെ ഭയങ്കര മണ്ടത്തരം മമ്മി. വീടൊക്കെ ഉള്ള വീട് വെച്ചിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോണതൊക്കെ. എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്ന ഒരു 50 സെന്റ് സ്ഥലം ഒരു കാട് പിടിച്ച് കിടപ്പില്ലേ, അതിൻ്റെ ഇതുണ്ടല്ലോ. ആ ആധാരം പണയം വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റൂലേ ബാങ്ക് ലോൺ? അതൊന്നും നടക്കും തോന്നുന്നില്ല. എൻ്റെ മമ്മി ഈ ആഗ്രഹം അങ്ങ് വിടുന്നതാണ് നല്ലത്. പപ്പ അറിയണ്ട. എന്നാ ഒരു ചൂടാ. ഞാൻ ഫാൻ അങ്ങിട്ടെ. കുറച്ച് നാരങ്ങ കലകട്ടെ മമ്മി? ശരി ശരി. എന്നോട് പറയാതെ നിങ്ങൾ എവിടെ പോയേക്കായിരുന്നു? നിങ്ങളില്ലാതെയും കാര്യങ്ങൾ നടക്കുമെന്നറിയാൻ പോയതാ. ഞാനേ ഒരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വലിയ താമസമില്ലാതെ അതങ്ങ് ശരിയാവും. എന്നിട്ട് വേണം എനിക്ക് സ്വിറ്റ്സർലാൻഡിലൊക്കെ ഒന്ന് പോവാൻ. നിങ്ങളെ കൊണ്ടുപോകുന്നൊരു പ്രതീക്ഷ പോലും നിങ്ങൾക്ക് വേണം. നാരങ്ങളും വന്നു. പപ്പയ്ക്ക് വേണോ പപ്പ? വേണ്ട മോളെ. പപ്പയ്ക്ക് ക്ഷീണമാവാം, വീട്ടിലിരിക്കുമായിരുന്നല്ലോ, നമ്മളല്ലേ പുറത്തു പോയത്. മോളെ, ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്ക്. ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, മാനേജർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ലോൺ പാസ്സാക്കി തരാന്ന്. എന്നിട്ട് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ഒരു വെലസ് ആ സുഷമയുടെ പോലത്തെ ഒരു കറുത്ത കണ്ണട എനിക്കും മേടിക്കണം കേട്ടോ മോളെ. മേടിക്കാം. ആദ്യം ലോൺ പാസ്സാവട്ടെ മമ്മി, എന്നിട്ടല്ലേ ബാക്കി. അടുത്ത തിങ്കളാഴ്ച ബാങ്ക് മാനേജർ വരുന്നു.
സ്ഥലം കാണുന്നു, ഉടനെ തന്നെ ഞങ്ങൾക്ക് ലോൺ പാസ്സാവുന്നു. നീ എന്താ ഈ പറയണത്? എന്തെങ്കിലും ആധാരം എന്തെങ്കിലും ഈട് കൊടുത്താലേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. വെറുതെ ബാങ്കുകാർ ലോണൊന്ന് തരുമോ? നീ അലമാര കൊടുന്ന് എൻ്റെ ആ ആധാരം എല്ലാം എടുത്തോ. നിങ്ങളുടെ ആധാരമൊന്നും ഞാൻ എടുത്തില്ല. എനിക്ക് എൻ്റെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ 50 സെന്റിന്റെ ആധാരം ഉണ്ടല്ലോ, അതെടുക്കാലോ. ഞാൻ അത് കൊണ്ടുപോയി ബാങ്ക് മാനേജറെ കാണിച്ചു. അപ്പൊ ബാങ്ക് മാനേജർ പറഞ്ഞു അതിന് ലോൺ തരാം. അപ്പൊ ഞാനും മോളും സ്വിറ്റ്സർലാൻഡിലേക്ക് പറഞ്ഞു. ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എന്താ പറ്റിയേ? ലോൺ മേടിക്കാനെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോയിട്ട് ഇപ്പൊ എന്താ കരഞ്ഞോണ്ട് തന്നെ? എന്റെ പപ്പ ലോൺ ഒന്നും കിട്ടിയില്ല. അത് എയർപോർട്ടിന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ട് ഏരിയ, അതിന് ലോണും കിട്ടത്തില്ല, അത് വിൽക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സ്ഥലം. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ഭർത്താവ് പറയുന്നത് കുറച്ച് അനുസരിക്കണം. നീ ഏതായാലും ഇത്രയൊക്കെ ആഗ്രഹിച്ചതല്ലേ. കൊച്ചാണെങ്കിൽ എക്സാം ഒക്കെ പാസ്സായിരിക്കണു. എനിക്കും ഒരാഗ്രഹം എവിടെയെങ്കിലും ഒരു ടൂറ് പോകണമെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, മൂന്നാർ വരെ ഒന്ന് പോയിട്ട് വരാം. മമ്മി അങ്ങ് സമ്മതിക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന വഴിക്കേ പപ്പയുടെ കസിൻ ഉണ്ടല്ലോ രാജാക്കാടുള്ള ലിസിയാൻഡിയുടെ വീട്ടിൽ കൂടി കയറിയിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് പോവാം. മമ്മി അങ്ങ് സമ്മതിക്ക്. എന്നാ പിന്നെ മൂന്നാറെങ്കിൽ മൂന്നാറല്ലേ. പപ്പ മമ്മി സമ്മതിച്ചു, നമുക്ക് പോവാം. കൊള്ളാല്ലേ മോളെ, കൊള്ളാം. കൊള്ളാം മമ്മി, അടിപൊളിയായിരുന്നു. ഇതുപോലെ ആയിരിക്കും സ്വിറ്റ്സർലാൻഡ്. ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും, കുറച്ചുകൂടി തണുപ്പ് കാണുമായിരിക്കും. എടീ, ഈ സ്ഥലം ഏതാന്നുള്ളതിനൊന്നും അല്ല ഇമ്പോർട്ടൻസ്. നമ്മൾ കുടുംബസമേതം സന്തോഷമായിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി.